ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. ആ സിസ്റ്റം ഉണ്ട് നിലവിൽ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം 10 വർഷത്തിന് മുമ്പ് ഏറ്റവും അധികം തകർന്ന സിസ്റ്റങ്ങളിൽ ഒന്നായിരുന്നു ആരോഗ്യം, പൊതുഗതാഗതം, വൈദ്യുതി, ഇവയൊക്കെ പൊതുമരാമത്ത് വകുപ്പ്, ഈ പറയുന്ന പോലെ ഈ വകുപ്പുകൾ. അതിനെയൊക്കെ അതിജയിച്ച ഒരു സിസ്റ്റമായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത്. ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 99% മരണനിരക്ക് ഉള്ള ഒരു കാര്യമായിരുന്നു അത്. അതിനെ 24% കുറച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ. മറ്റൊന്ന്, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡുള്ള 275 ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പോൾ അത്രയും വിശ്വസ്തമായ ചില സ്ഥാപനങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പോലുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു വേള അവിശ്വസനീയമാണ്. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. ഇവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവയവമാറ്റത്തിനായി മാത്രം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം നമ്മുടെയാണ്. ഏറെക്കുറെ ഒരു 30 ലക്ഷം പേർക്കാണ് കഴിഞ്ഞ 4 വർഷ കാലയളവിൽ സൗജന്യ ചികിത്സ നൽകിയത്. അതൊക്കെ 7000 കോടിയോളം ചിലവാകുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ 12 15 മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 125 ഉയർത്തി ഓരോ ദിവസം 3000-ഓളം പേർ നമ്മുടെ സംസ്ഥാനത്ത് ഡയാലിസിസ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ മാത്രമോ ജില്ലാ താലൂക്ക് ആശുപത്രികൾ നവീകരിക്കുന്നു, അവ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു, പുതിയ തസ്തികകൾ ഉണ്ടാക്കുന്നു. ഈ അവകാശങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് കിട്ടിയിരുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ അവകാശങ്ങളിൽ പലതും ആ സമയത്ത് കിട്ടിയിരുന്നില്ല. ഈ അവകാശങ്ങൾ എത്തിക്കാൻ ഒരു സിസ്റ്റം ഇവിടെ വേണ്ടേ? ആ സിസ്റ്റത്തിലൂടെയാണല്ലോ ഇത് സാധ്യമാകുന്നത്. അപ്പോൾ അങ്ങനെ ഡെലിവർ ചെയ്യാൻ ഒരാൾ, ഒരു സംഗതിയോ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്. VS ശിവകുമാറിൻ്റെ കാലത്താണ് സ്വാഭാവികമായി നമ്മൾ ആ ഘട്ടത്തിലേക്ക് പോവുക. എന്തിന്? ഏറ്റവും ചെറിയ കാര്യം, ലാബുകൾ പോലും, ഒരു രക്തം പരിശോധിക്കുന്ന ലാബുകൾ പോലും 250 എണ്ണം സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നുപോലും സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഡയാലിസിസ് യൂണിറ്റുകൾ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ 12 15 മാത്രമാണ് ഉണ്ടായിരുന്നത്.